അപ്പൊ എല്ലാ തടവുകളികളും മരിച്ചു അല്ലേ? മരിച്ചു കാണും സർ. കൺട്രോൾ റൂം സ്പെഷ്യൽ ഓഫീസർ വരുന്നുണ്ട്. ഖാൻ സാറോ? അതെ. ഓ, ഇനി അരിച്ചു പെറുക്കിട്ട് ഇവിടുന്ന് പോവും. സർ, ആ ആക്സിഡന്റ് സൈറ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സർ, ലോക്കൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സോറി സർ. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? സർ, ജയിൽ പുള്ളികൾ നടത്തിയ ഒരു വെൽ പ്ലാൻഡ് അറ്റാക്ക് ആയിരുന്നു. ട്രാവലിംഗിൽ ഡ്രൈവർക്ക് വെടിയേറ്റു. അവസാനം നിയന്ത്രണം വിട്ട് വണ്ടി മറിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്കും വണ്ടി എക്സ്പ്ലോഡ് ചെയ്തു. അപ്പോ അതിനകത്തുണ്ടായിരുന്ന ജയിൽ പുള്ളികൾ എല്ലാവരും മരിച്ചിട്ടുണ്ടാവണം സർ. ഡെഫിനറ്റ് ആണ്. അതെ സർ. ഷാൽ വി ക്ലോസ് ദി പ്രൊസീഡിംഗ് സർ? സർ, വെരി ഗുഡ് അബ്ദുള്ള. ബലം കൊണ്ട്, പക്ഷെ കയ്യില്ല. താക്കോലാരുടെയിലായിരുന്നു? താക്കോല് പറഞ്ഞ കഥ മാറ്റി പറയുന്നു. പറയടോ. വണ്ടി മറിഞ്ഞപ്പോൾ പരിക്ക് പറ്റിയ നമ്മുടെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടർ റോയിയുടെ ബലം കഴിച്ചു. അപ്പോഴേക്കും വണ്ടി എക്സ്പ്ലോഡ് ചെയ്തു. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല സർ. നിനക്ക് ഓർമ്മയില്ലാത്തതാണോ അതോ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നീ എടുത്തിയാടിയതാണോ? അബ്ദുൾ ഹമീദിന്റെയും രാമലിംഗത്തിന്റെയും ബോഡി തിരിച്ചറിഞ്ഞു. മറ്റു രണ്ടുപേരും റിപ്പോർട്ട് ടു ഓൾ പോലീസ് സ്റ്റേഷൻ. യെസ് സർ. തടവ് പുള്ളികൾ 2 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചെക്ക് ഹൈവേസ്, ബസ് സ്റ്റാൻഡ്സ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻസ്. രക്ഷപ്പെട്ടവർ പീതാംബരൻ ആൻഡ് ഡോക്ടർ റോയ് മാത്യു. ഡോക്ടർ റോയി ജയിലിൽ ചാടി. ഇനി ആ ഫാദർ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ആപത്താണ്. എന്താ രാവിലെ പഞ്ചാര പഞ്ചാരേ? ഷുഗർ. മനുഷ്യൻ വിശന്ന് പ്രാണം പോകുമ്പോൾ അവന്റെ ഒരു വിരുന്ന് വിളി. പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാൻ ടിവിക്കും ന്യൂസ് പേപ്പറിനും ഫോട്ടോയും ഡീറ്റെയിൽസ് വായിക്കാൻ ഇടപാടിയിട്ടുണ്ട് സാർ. നന്നായിട്ടുണ്ട്, പക്ഷെ വേണ്ട. അയാൾ സുരക്ഷിതനാണെന്ന് സ്വയം ധരിക്കട്ടെ. അപ്പോൾ നമുക്ക് അയാളെ പിടിക്കാൻ കൂടുതൽ എളുപ്പമുണ്ടാകും. പ്രതി ഇൻജേർഡ് ആയ സ്ഥിതിക്ക് ഈ ഏരിയയിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും ചെക്ക് ചെയ്യണം. സെൻഡ് ഫാക്സ് ഫോട്ടോസ് ടു ഓൾ പോലീസ് സ്റ്റേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഇൻ ദിസ് ഏരിയ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഗെറ്റ് മീ എ സ്ട്രോങ് ടീം. 3 കുരുമുളകും 4 തുളസിയിലയും. ഫാസ്റ്റ്. Yes, can you hear? സാർ, പ്രതിയെ നോർത്ത് റൂയിൽസിൽ സ്പോട്ട് ചെയ്തു. Come on fast. സോറി സർ. Sir.
Surrender. Don't move! No. സാറിന്റെ കൂടെയുള്ള ജോലി ഞാൻ ഇന്ന് നിർത്തി. ഒന്ന് ഉന്നം തെറ്റിയിരുന്നെങ്കിൽ. ഞാൻ ഒന്നിനും താമസിക്കാറുമില്ല, എന്റെ ഉന്നം പിഴയ്ക്കാറുമില്ല. Yes, sir. എനിക്ക് ഫാക്സ് വല്ലതും ഉണ്ട്. ഡോക്ടർ, ഈ പടത്തിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരി. ഡോക്ടർ. യെസ്. Your zip. Oh, I'm sorry. Thank you.
count down to 5. 1. 2. 3. ആ ഒറ്റക്കേനെ കണ്ടുപിടിച്ചെത്തി. 4. 5. ഹലോ അതെ ആരാണ് സാർ ഡോക്ടർ റോയ് Yes, can you hear? Hello? ഹലോ പള്ളിമണി കേൾക്കുന്നുണ്ട്. ട്രേസ് ദ കോൾ. ഹലോ കമോൺ ഡോക്ടർ റോയ്, സ്പീക്ക് ഓൺ. നേരിട്ട് പരിചയമില്ലെങ്കിലും മിസ്റ്റർ ഖാൻ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ ആനിയെ ഞാൻ കൊന്നിട്ടില്ല. ഐ ഡോണ്ട് കെയർ. ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യങ്ങളല്ല. അറിയണം. ഒരൊറ്റ കൈനാണ് എൻ്റെ ആനിയെ കൊന്നത്. അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതൊക്കെ കോടതി പറയേണ്ട കാര്യങ്ങളല്ലേ? കോടതി ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തതാണ്. But I am innocent. ലിസൺ, സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എന്റെ ദൗത്യം ജയിൽ ചാടിയ കുറ്റവാളിയെ പിടിക്കുക എന്നത് മാത്രമാണ്. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ നിന്റെ കയ്യിൽ ഞാൻ വിലങ്ങ് വെച്ചിരിക്കും. Within 48 hours you will be caught. Okay, Mr. Khan. എന്നാൽ എന്റെ ദൗത്യം എന്റെ ആനിയെ കൊന്നവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ എന്റെ കൈകളിൽ വിലങ്ങ് വെക്കുന്നതിന് മുമ്പ് എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. Let us see. Okay.